ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയിലേക്കാണ്. കേരളത്തിലെ പാതയോരങ്ങളിൽ വളരെ സുലഭമായി കാണുന്ന ഭംഗിയുള്ള പുഷ്പമാണ് അരളി. ചില സിനിമാ പാട്ടുകളിലൊക്കെ അരളിയെക്കുറിച്ച് പരാമർശമുണ്ട്. അടുത്തറിഞ്ഞാൽ അത്ര ഭംഗിയില്ല കേട്ടോ അരളിക്ക്. സസ്യകുടുംബത്തിൽ തന്നെ അടിമുടി വിഷാംശം അടങ്ങുന്ന പുഷ്പമാണ് അരളി. കുറഞ്ഞ അളവിൽ പോലും ചെടിയുടെ ഭാഗങ്ങൾ ശരീരത്തിലെത്തിയാൽ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധന്മാർ പറയുന്നു. വിമാനം കയറാൻ പോകുന്നതിന് മുമ്പ് പൂവൊന്ന് ഭക്ഷിച്ചുവെന്ന സംശയമാണ് അരളിച്ചെടിയെ സൂര്യയുടെ മരണത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. മരണകാരണം അരളിയിലെ വിഷാംശമാണോ എന്ന് സ്ഥിരീകരിച്ചില്ലെങ്കിലും നാനാവർണ്ണങ്ങളിൽ ഭംഗിയോടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന അരളി അത്ര ചില്ലറക്കാരനല്ല. ചെടിയുടെ ഇലയിലും പൂവിലും കായയിലും വേരിലും വിഷാംശമുണ്ട്. ഒരില പോലും ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ജീവനെടുത്തേക്കാമെന്ന് പറയുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ഷാരിജ. ഈ ചെടികൾ എല്ലാ പാർട്ടും, അതിൻ്റെ ഇലകൾ, തണ്ട്, പൂക്കൾ, വേര് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും വിഷമുള്ളതാണ്. ഇതിലേത് കഴിച്ചാലും ആ കഴിക്കുന്ന വ്യക്തിക്ക് വിഷാംശമേൽക്കുകയും ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ വിഷമുള്ളത് വേരുകളിലാണ്. ഇത് എത്ര അളവാണ് കഴിക്കുന്നതെന്നതിനനുസരിച്ച് ഇതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ മാരകാവസ്ഥ ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കാം. ഒരു ഇല കഴിച്ച് ഒരു കുട്ടി മരിച്ചത് പോലും ജേണലുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും ഭക്ഷ്യയോഗ്യമല്ലാത്തതാണ് അരളി. എന്നാൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യങ്ങളിൽ അരളി മിക്കപ്പോഴും സ്ഥിര സാന്നിധ്യമാണ്. നിവേദ്യം കഴിക്കുമ്പോൾ ഇത് ഉള്ളിലേക്ക് എത്താനിടയുണ്ട്. പൂവും ധാരാളമായി ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. സാധാരണ നിവേദ്യത്തിൽ കിട്ടുന്ന ചന്ദനത്തിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന പൂവിനെ എടുത്ത് തലയിൽ വെക്കുകയൊക്കെ ചെയ്യുന്ന ആരും കഴിക്കാറില്ല. അതുകൊണ്ടായിരിക്കും ഇതുവരെ അങ്ങനെ ആ രീതിയിലൊരു പോയ്സണിങ് ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൂയിസൈഡലായിട്ടോ ആക്സിഡൻ്റലായിട്ട് കൂടുതലായിട്ട് കഴിച്ചു പോയത്. അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഒരു പൂ തന്നെ അതിന് പോയ്സണിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നതക്ക വിഷാംശം ഉള്ളത് തന്നെയാണ് അരളിച്ചെടി. ശരീരത്തിൽ ഏതളവിൽ എത്തുന്നു എന്നതിനനുസരിച്ചാണ് ഗുരുതരാവസ്ഥ നിർണ്ണയിക്കപ്പെടുക. ചെടിയുടെ അംശങ്ങൾ വയറ്റിലെത്തിയാൽ നിർജ്ജലീകരണം, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളാണ് ആദ്യം പ്രകടമാകുക. വലിയ അളവിൽ ചെന്നാൽ ഹൃദയത്തെയും നാഡിയെയും ബാധിക്കും. ചെടിയിലെ ഗ്ലൈക്കോസൈഡുകൾ എന്ന വിഷാംശം ഹൃദയമിടിപ്പ് കുറയ്ക്കും. ക്രമേണ അത് ഹൃദയസ്തംഭനത്തിലേക്ക് എത്തിക്കും. കഴിക്കുമ്പോൾ ഇത് ഉടനെ ഉണ്ടാക്കുന്ന സിംറ്റംസ് ഛർദി, വയറിളക്കം, തലകറക്കം, തലവേദന ഇങ്ങനത്തെ മുതലായ സിംറ്റംസ് ഉണ്ടാക്കാം. ഒരു 1-2 മണിക്കൂറിനുള്ളിൽ അത് ഹാർട്ടിനെ ബാധിക്കാം. ഹാർട്ടിനെ ബാധിക്കുമ്പോൾ അത് ഹാർട്ടിൻ്റെ കാർഡിയക് ഗ്ലൈക്കോസൈഡ് എന്ന സാധനമാണ് ഈ ചെടിയിലുള്ള ആ കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ്, നെറിൻ, ഒളിയാൻഡ്രിൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ് ആണ് ഇതിൻ്റെ പോയ്സണസ് ആയിട്ടുള്ള കണ്ടന്റ്. ഇത് ഹാർട്ടിനെ ബാധിക്കുമ്പോൾ ഹാർട്ടിൻ്റെ ഇടുപ്പിൻ്റെ ശേഷിയെയാണ് ബാധിക്കുന്നത്. അരളി പോലെ തന്നെ പറമ്പിൽ കാണുന്ന പല സസ്യങ്ങളിലും വിഷമയമുണ്ട്. കുന്നിക്കുരുവും ഒതളങ്ങിയും എരിക്കും ഉമ്മത്തിൻകായും ആവണക്കുമൊക്കെ അതിൽ ചിലതു മാത്രം. 24 തിരുവനന്തപുരം. എന്തായാലും ഈ വാർത്ത ഗൗരവമായി ശ്രദ്ധ